ഇന്ന് അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാനിടയുള്ളത് കൂത്താട്ടുകുളത്തെ നാടകീയ സംഭവങ്ങളാണ്. അരുണിലേക്ക് വരാം. ആദ്യം നമുക്ക് ഈ സംഭവത്തിൽ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്നത് ഡാനിയിൽ നിന്നറിയാം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. കേസിൽ അറസ്റ്റിലായ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഡാനി പോളും കൂടി ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോയി എന്നൊരു കൗൺസിലർ ആരോപിക്കുന്നു. ക്രൂരമായ മോശമായ പെരുമാറ്റത്തിനിരയായി എന്ന് ആരോപിക്കുന്നു. അതാണ് അവിടെ സംഭവം. ഇതെന്തായാലും നിയമസഭയിലും വരുമെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തീർച്ചയുണ്ടോ? ശ്രീജ, ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അവർ തന്നെ നൽകിയ ഒരു അപേക്ഷയിൽ ഇന്നാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 അവരോട് കോലഞ്ചേരി JFCMൽ ഹാജരാകാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2ക്ക് ഹാജരായി മൊഴി നൽകുക എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ കലാരാജു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്ന് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെയും അവർ ആശുപത്രിയിൽ നിന്ന് വിടുതലായിട്ടില്ല. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെയും അവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് കോടതിയിലേക്ക് പോവുക, ഇതിൽ തനിക്ക് പറയാനുള്ളത് കോടതി മുൻപാകെ പറയാമെന്നതാണ് അവർ പറയുന്നത്. കാരണം അവിടെ പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് അവർ പറയുന്നത്. മൂവാറ്റുപുഴ DYSP പക്ഷപാതപരമായി പെരുമാറിയെന്ന് പറയുന്നു. ഇവരുടെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ DYSP ഈ അന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആലുവ DYSP ആണ് ഇപ്പോൾ ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇവരുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് അവരോട് കോടതിയിൽ ഹാജരാകുക, സമൻസ് നൽകിയിട്ടുണ്ട്, ഹാജരാകുക. അതിനുശേഷം മൊഴി രേഖപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്നാൽ അവരുടെ ഒരു ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായതിനു ശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് പോവുക എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് വരിക. എങ്കിലും അവർ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് കോടതിയിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഏറ്റവും നിർണായകമായൊരു നീക്കം തന്നെയായിരിക്കും അത്. തുടക്കം മുതൽ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. തനിക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ നടന്ന കയ്യേറ്റമാണ്, നിരവധിയായ പീഡകളും എല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നു. പക്ഷേ പരാതിയുടെ സ്വഭാവം ഈ രീതിയിലേക്ക് മാറിയിട്ട് വകുപ്പുകളിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതടക്കം അവരൊരു പരാതിയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഒരു സ്വഭാവം തന്നെ ഒരു മാറുന്ന രീതിയിലേക്ക് പോകുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇന്നുണ്ടാകും. കൂടുതൽ CPM നേതാക്കൾ, പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറിക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. 4 വ്യത്യസ്ത കേസുകളിലായി UDFിലെയും LDFിലെയുമായിട്ട് 150ഓളം പേർക്കെതിരെയാണ് കേസുള്ളത്. ഇതിൽ അനൂപ് ജേക്കബ് MLAയും ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എടുത്ത കേസിലാണ് അനൂപ് ജേക്കബിൻ്റെ പേരുള്ളത്. കലാരാജുവിൻ്റെ മകൾ നൽകിയ പരാതിയിലാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ട് ഈ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് CPMൻ്റെ ഒരു വിശദീകരണ പരിപാടി കൂടി ഇന്ന് വൈകിട്ട് കൂത്താട്ടുകുളത്ത് നടത്തും. ഏതായാലും ഇത് വളരെ സജീവ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറിയിരിക്കുന്ന ഒരു പ്രാദേശിക വിഷയമല്ല. അതിൻ്റെ മാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. അവിശ്വാസ പ്രമേയം അതിജീവിക്കാൻ ഏത് അറ്റം വരെയും CPM പോകും എന്നതിന്റെ തെളിവാണ് ഈ സംഭവം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശരി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് അരുൺ. ഡാനി പറഞ്ഞു നിർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പ്രാദേശിക വിഷയം എന്നതിൽ നിന്ന് മാറി ഇത് സംസ്ഥാന തലത്തിൽ തന്നെ UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. ഒരു അവിശ്വാസ പ്രമേയം, ഒരു നഗരസഭയിലെ ഒരു അവിശ്വാസ പ്രമേയത്തിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു കൂട്ടം എന്ന നിലയ്ക്കായിരിക്കും പ്രതിപക്ഷം ഇത് കൊണ്ടുവരിക. സാധാരണഗതിയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എപ്പോഴും നേതൃത്വം നൽകുന്ന മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ അനൂപ് ജേക്കബ് പോലെയുള്ളവരൊക്കെ ഇതിലൊരു വശത്ത് വളരെ സ്റ്റേണായി നിൽക്കുന്നുമുണ്ട്. നിയമസഭയിൽ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരാൻ സാധ്യതയുണ്ട്? ശ്രീജ, ഇന്ന് സഭയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇത് വരുമെന്ന് ഉറപ്പാണ്. ചട്ടം 50 അനുസരിച്ച്, റൂൾ 50 അനുസരിച്ച് അനൂപ് ജേക്കബാണ്, അതായത് ഡാനി റിപ്പോർട്ട് ചെയ്തതുപോലെ UDFിനെതിരെ, അവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ എടുത്ത കേസുകളിലെ പ്രതി കൂടിയായ
അനൂപ് ജേക്കബ് MLA ആണ് ഈ വിഷയം സഭയിൽ ചട്ടം 50 അനുസരിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് സഭയിൽ ശക്തമായ വിമർശനം പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPM-നെതിരെ ഇങ്ങനെ ഒരു നഗരസഭാ ഭരണം നിലനിർത്താൻ ഇത്ര തട്ടിക്കൊണ്ട് സ്വന്തം പാർട്ടിയുടെ കൗൺസിലർ അടക്കം തട്ടിക്കൊണ്ടുപോയി അവർക്കെതിരെ ക്രൂരമായ മർദ്ദനം, അവരെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറി തുടങ്ങിയ വലിയ ആരോപണങ്ങളാണ് CPM നേതൃത്വത്തിനെതിരെ CPM പ്രവർത്തകർക്കെതിരെ കൂത്താട്ടുകുളത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും മറുപടി പറയേണ്ടി വരിക. അദ്ദേഹം തന്നെ പറയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരെ, തദ്ദേശ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരെ മറുപടി പറയാൻ ഏൽപ്പിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് അനൂപ് ജേക്കബ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്യു നാടൻ ഉൾപ്പെടെയുള്ളവർക്കും ഇതിൽ സംസാരിക്കാൻ ഒരുപക്ഷെ അവസരം നൽകിയേക്കും. ഈ സഭാ സമ്മേളനത്തിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ അവസരമാണ് പ്രതിപക്ഷത്തിന് റൂൾ 50 അനുസരിച്ച് ചർച്ച ചെയ്യാനുള്ള. ഇന്നലെ കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന ഗവർണറുടെ പ്രസംഗമായിരുന്നു വെള്ളിയാഴ്ച. ഇന്നലെ അത് മൻമോഹൻ സിംഗിന്റെ ചരമോപചാരത്തിന് മാത്രമാണ് ചെയ്തത്. ഇന്നാണ് സഭ കൃത്യമായ നടപടികളിലേക്ക്, ചോദ്യോത്തരവേള ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും റൂൾ 50 ശ്രദ്ധ ക്ഷണിക്കൽ മുതലുള്ള ശൂന്യവേളയിലാണ് സഭാ നടപടികൾ ഇതിനുള്ള 3 ദിവസവും തുടങ്ങുക. അതിൽ തന്നെ ഇന്ന് 10 മണിക്ക് ഈ റൂൾ 50 അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടാകും. അവിടെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. സ്വാഭാവികമായും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റൂൾ 50 നോട്ടീസായി നൽകേണ്ടത്. പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കാൻ പോകുന്നു അത്തരമൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. 2 ദിവസം മുമ്പ് മാത്രം നടന്ന വിഷയം. അത് ശക്തമായ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു നഗരസഭയിൽ മാത്രം ഒതുങ്ങേണ്ട അല്ലെങ്കിൽ ഒരു പ്രാദേശിക വിഷയമായി മാത്രം മാറേണ്ടത് ഇപ്പോൾ സംസ്ഥാനം മൊത്തം ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം ആ രീതിയിൽ ഏറ്റെടുക്കുകയാണ്. CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൗൺസിലറുടെ നീക്കങ്ങൾ നിയമസഭയിലും നിറഞ്ഞു നിൽക്കും. എങ്ങനെ സർക്കാർ അതിന് മറുപടി പറയും, എന്തായാലും സർക്കാർ പ്രതിരോധമെന്നാണ് ഇനി അറിയേണ്ടത്. ശരി, അരുൺ, ഡാനി ഇവരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂത്താട്ടുകുളത്തെ പ്രാദേശികമായ ഒരു വിഷയം അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയി നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ എന്തായാലും ഈ വിഷയം ഉന്നയിക്കും. റൂൾ 50 പ്രകാരം ഒരു 10 മണിയോടെ നിയമസഭ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച, അതാണ് ഇന്ന് സഭയുടെ ബിസിനസ് എങ്കിലും ഇത് ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക്